ശ്രീ കെ പല്ലശ്ശേനിയുടെ ഹൃദ്യമായ സാഹിത്യ സൃഷ്ടിയാണ് ആൾദൈവങ്ങൾ മരിക്കുമ്പോൾ എന്ന ഈ നോവൽ. തനിനാടൻ ഭാഷാപ്രയോഗം കൊണ്ടും തെളിമ നിറഞ്ഞ അവതരണ ഭംഗി കൊണ്ടും ശ്രദ്ധേയമാണിത്. ആനുകാലിക ജീവിതക്രമത്തിൽ സന്യാസിമാരും ആത്മീയതയും എത്രമാത്രം പങ്കുവഹിക്കുന്നുവെന്ന സത്യത്തിലേക്കുള്ള വിരൽ ചൂണ്ടലാണ് ഈ നോവൽ. അസാധാരണമായ രചനാശില്പം ആകർഷകമായിരിക്കുന്നു. എഴുത്തുവഴികൾക്ക് അത്ര പരിചിതമല്ലാത്ത അന്തരീക്ഷം, കഥാപാത്ര സൃഷ്ടിക്ക് പുതുമയുടെ ഭംഗികൾ, ഉല്ലാസപൂർണമായ വായനാനുഭവമാണ് ഈ കൃതി സൃഷ്ടിക്കുന്നത്. ഹൃദയസമ്പന്നനായ അപ്പുമണി സ്വാമികൾ ഗ്രാമീണ ജനതയെ വഞ്ചിക്കുന്നവനല്ല, മറിച്ച് അദ്ഭുത പ്രവൃത്തികളിലൂടെ ഗ്രാമീണ ജനതയെ കയ്യിലെടുക്കുന്ന വേറിട്ട ഒരു വ്യക്തിത്വമായാണ് നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ നോവൽ തീർത്തും വർത്തമാന കാലഘട്ടത്തിൻ്റെ ഹൃദയസ്പന്ദനം വിളിച്ചോതുന്നതാണ്. പ്രായം 30 കടന്നിട്ടും ഒറ്റത്തടിയായി കഴിഞ്ഞ അപ്പുമണിയെ ചുറ്റിപ്പറ്റി കഥകൾ പ്രചരിച്ചത് സ്വാഭാവികം. പാലപ്പൂവിൻ്റെ മാദകഗന്ധമൂർന്ന കുട്ടിമാളവുമായി നട്ടുച്ചകളിൽ അയാൾ കാമക്കൂത്താടിയതിന് സാക്ഷികൾ പോലുമുണ്ടായി. പനങ്കാവിലെ പെണ്ണുങ്ങൾക്ക് കരിമ്പന വാഴുന്ന കുട്ടിമാളു എപ്പോഴും പേടി സ്വപ്നം തന്നെയായിരുന്നു. ആൾദൈവങ്ങൾ മരിക്കുമ്പോൾ എന്ന ഈ നോവൽ 2016-17 പുഴ.com എന്ന ഓൺലൈൻ മാസികയിൽ പ്രസിദ്ധീകരിച്ച കൃതിയാണ്. ഈ നോവലിൻ്റെ തിരക്കഥയ്ക്ക് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സംസ്ഥാനതല സാഹിത്യ മത്സരത്തിൽ പ്രഥമ സ്ഥാനം ലഭിച്ചിരുന്നു. ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതാരിക എഴുതി സാഹിതി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം ശ്രീ കെ പല്ലശ്ശേന മാഷുടെ അനുവാദത്തോടുകൂടി ശബ്ദരൂപത്തിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ആകാശത്തിലെ കറവക്കാരൻ. 51 പനകളുടെ ചെത്തവകാശം കൈക്കൂടി വന്നതോടെയാണ് പാടത്തു വീട്ടിലെ അപ്പുമണി പനങ്കാവിൻ്റെ തമ്പുരാനായത്. ആ 51-ൽ പെരുങ്കുളവരമ്പിലെ പാണ്ഡവപ്പനകളും ഉൾപ്പെടുന്നു. പാണ്ഡവപ്പനകളുടെ കറവക്കാരന് തമ്പുരാൻ പട്ടം തേടിയെത്തുമെന്ന് പണ്ടേ പഴമക്കാർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഗ്രാമത്തിന് പുറത്തുപോയി പഠിച്ച പയ്യൻ വല്ല എഴുത്തുകുത്തുപണികളിലും ഏർപ്പെടുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് പാടെ തെറ്റി. കരിമ്പനകളുടെ കറവക്കാരനായി കഴിഞ്ഞുകൂടാനായിരുന്നു പയ്യന് കമ്പം. മുത്തിത്തള്ളയുടെ പൂതിയും മറ്റൊന്നായിരുന്നില്ല. 10 പന കയറുന്നതിൻ്റെ ഒരു പെരുമ ഏത് പണിക്ക് കിട്ടുമെന്നാണ് തള്ളമ്മയുടെ ചോദ്യം. അപ്പൻ്റെ ചെത്തുകത്തി ഇറയത്തിരുന്ന് തുരുമ്പിക്കുന്നത് കാണാൻ പെറ്റമ്മയും ആഗ്രഹിച്ചില്ല. എതിര് പറഞ്ഞത് നേർപ്പങ്ങൾ മാത്രം. അവളെ ആണൊരുത്തന് പിടിച്ചേൽപ്പിച്ച് അപ്പുമണി പനകയറ്റം തുടർന്നു. വാനിലേക്ക് വാരിപ്പുണർന്നുയർന്ന് പച്ചപ്പിലമർന്ന് കരിമ്പനകൾ ചുരത്തുന്ന ലഹരി കറന്നെടുക്കുന്ന പണി ഒന്ന് വേറെ തന്നെയാണെന്ന് അപ്പുമണി കരുതുന്നു. 13-ാമത്തെ വയസ്സിലാണ് അപ്പുമണി പനകയറ്റത്തിൻ്റെ ഹരിശ്രീ കുറിച്ചത്. അപ്പൻ്റെ കണ്ണു വെട്ടിച്ച് കുളവരമ്പിലെ കുട്ടിപ്പനയിലായിരുന്നു തുടക്കം. ഉച്ചുമാകാളിയുടെ പൊങ്കൽ ഉത്സവത്തിന് കുരുത്തോല വെട്ടാനായിരുന്നു അത്. പിന്നെ 16-ന്റെ തുടക്കത്തിൽ കുളവരമ്പിലെ തലയെടുപ്പുള്ള പനകളിൽ പലതിലും കയറിയിറങ്ങിയത് വലിയ വീട്ടിലെ പാറുക്കുട്ടിയുടെ മുങ്ങിക്കുളിയുടെ ചന്തം കണ്ണുനിറയെ കാണാനായിരുന്നു. ഒരു നാൾ അത് കണ്ടുപിടിച്ച അപ്പൻ അരപ്പട്ടയിലെ ചെത്തുകത്തി എടുത്ത് നീട്ടുകയായിരുന്നു. ഏതായാലും എൻ്റെ മകൻ പനകയറ്റം തുടങ്ങിയില്ലേ, എന്നാൽ പിന്നെ വെറും കൈയോടെ ഇറങ്ങണ്ട, അതായിരുന്നു അപ്പൻ്റെ പ്രതികരണം. അപ്പന് പക്ഷെ നിരാശപ്പെടേണ്ടി വന്നില്ല. ആ ചെത്തുകത്തി കൊണ്ട് അപ്പുമണി പനങ്കാവ് മുഴുവൻ വെട്ടിപ്പിടിച്ചു. അപ്പൻ്റെ കണ്ണടയുമ്പോൾ 51 പനകളുടെ ചെത്താവകാശം അപ്പുമണിയെ തേടി എത്തിയിരുന്നു. പെരുങ്കുളത്തിലെ പാറുക്കുട്ടിമാരുടെ നീരാട്ട് നിലച്ചിട്ടും അപ്പുമണി പനകയറ്റം തുടർന്നു. പഠിപ്പുണ്ടായിട്ടും അവൻ മറ്റൊരു പണിക്ക് ശ്രമിച്ചില്ലെന്നതാണ് നേര്. 51 പനകളുടെ കറവക്കാരന് മറ്റൊരു പണിയുടെ ആവശ്യമില്ലെന്ന് അവൻ മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു. 30 പിന്നിട്ടിട്ടും ഒറ്റത്തടിയായി നിന്ന അപ്പുമണിയെ ചുറ്റിപ്പറ്റി കഥകൾ പലതും പ്രചരിച്ചു തുടങ്ങിയത് പൊടുന്നനെയായിരുന്നു. പനങ്കാവിലെ ഒറ്റപ്പന വാഴുന്ന കുട്ടിമാളു ഉള്ളപ്പോൾ അപ്പുമണിക്ക് മറ്റൊരു വിളെന്തിനെന്ന വർത്തമാനം 4 ആൾ കൂടുന്നിടത്തൊക്കെ ഉയർന്നു വന്നു. എന്നും 16-കാരിയായ പനങ്കുല പോലെ മുടിയുള്ള പാലപ്പൂവിൻ്റെ ഗന്ധമുള്ള സുന്ദരിയായ കുട്ടിമാളുവുമായി നട്ടുച്ചകളിൽ അപ്പുമണി പനങ്കാവിലെ കാഞ്ഞിരത്തിന് കീഴെ കാമക്കൂത്താടിയതിന് സാക്ഷികളുണ്ടായി. പെറ്റ തള്ളയും നേർപ്പെങ്ങളും പറഞ്ഞ് അപ്പുമണി 33-ൽ പെണ്ണുകെട്ടി. ആരും ആശിച്ചു പോകുന്ന ഒരു പെണ്ണായിരുന്നു പങ്കജം. ഒറ്റനോട്ടത്തിൽ തന്നെ ആ 19-കാരിയെ അപ്പുമണിക്ക് ബോധിച്ചു. പെണ്ണും പിടക്കോഴിയും ഒന്നും വേണ്ടെന്ന് വാശി പിടിച്ചവൻ പിന്നെ കർക്കിടകം കഴിഞ്ഞു കിട്ടാൻ കാത്തിരിപ്പായി. ചിങ്ങത്തിലെ ആദ്യത്തെ മുഹൂർത്തത്തിൽ തന്നെ മിന്നുകെട്ടി കൂടെ പൊറുപ്പിക്കുകയും ചെയ്തു. പനകയറ്റക്കാരുടെ പെണ്ണുങ്ങൾക്ക് പനങ്കാവിലെ കരിമ്പന വാഴുന്ന കുട്ടിമാളു എന്നും ഒരു പേടി സ്വപ്നമായിരുന്നു. ഉച്ചയായിട്ടും ആണുങ്ങൾ വീടണയാതിരുന്നാൽ അവർക്ക് ആധിയാണ്. പിന്നെ മാകാളിയെ വിളിച്ച് കരച്ചിലും പറച്ചിലുമായി, നേർച്ചകളായി. പിറ്റേന്നു മുതൽ അവരുടെ ആണുങ്ങളുടെ അരയിൽ കറുത്ത ചരടിൽ കോർത്ത രക്ഷയുടെ എണ്ണവും വണ്ണവും കൂടുകയായി. പനങ്കാവിലെ കുട്ടിമാളുവിനെക്കുറിച്ചുള്ള ആധി പതുക്കെ പങ്കജത്തിൻ്റെയും ഉറക്കം കെടുത്തി. വെള്ളിയാഴ്ചകളിൽ അന്തിപ്പന കയറിയെത്തുന്ന അപ്പുമണിയുടെ മാറത്തെ പാലപ്പൂമണം അവളെ അസ്വസ്ഥയാക്കി. അരയിലെ രക്ഷയിലും ഉച്ചുമാകാളിയിലും അവൾക്കുണ്ടായിരുന്ന വിശ്വാസം ചോർന്നുപോയി. ഒടുവിൽ അപ്പുമണി പോലും അറിയാതെ ഒരു പാതിരാക്കി ഉറക്കപ്പായയിൽ നിന്ന് കുട്ടിമാളുവിനോട് പ്രതികാരത്തിനായി തിരിച്ച പങ്കജത്തെ പനങ്കാവിലെ കാഞ്ഞിരമരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ് പിറ്റേന്ന് കണ്ടെത്തിയത്. പങ്കജത്തിൻ്റെ ചിതയെറിയുമ്പോൾ തന്നെ യക്ഷിപ്പനയ്ക്കുമേൽ ഇടുത്തി വീണതും പാണ്ഡവപ്പനകളിലൊന്ന് കടപുഴകി നിലം പതിച്ചതും ഗ്രാമത്തിൽ ഏറെക്കാലം ചർച്ചാവിഷയമായി.
പനങ്കാവിലെ യക്ഷിപ്പന പച്ചയോടെ നിന്ന് കത്തുന്നത് കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവളുടെ ചിതയ്ക്കരികിൽ നിന്നും തിരിഞ്ഞു നടന്ന അപ്പുമണിയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. ആകാശത്തിലെ ആ കറവക്കാരനെ ഗ്രാമം മറന്നു തുടങ്ങി. അപ്പുമണിയുടെ പെറ്റമ്മ മാത്രം പാതിരാവോളം മകനെയും കാത്ത് മണ്ണെണ്ണ വിളക്കിന് കൂട്ടിരുന്നു. അവൻ വരും, ചാവാൻ നേരത്ത് ചുണ്ടിലിത്തിരി വെള്ളമിറ്റിക്കാൻ എൻ്റെ മകൻ വരാതിരിക്കില്ല. ആ അമ്മ ഒരു മന്ത്രം പോലെ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്നു. ആ മന്ത്രം ഫലിച്ചു. 14 വർഷങ്ങൾക്ക് ശേഷം അപ്പുമണി പെറ്റ വയറിന് മുന്നിലെത്തി. ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ മരണത്തിന് വിട്ടുകൊടുത്ത കാളായി 7 ദിവസം ഒരു മിടുപ്പ് മാത്രമായി കിടന്നത് അപ്പുമണിക്ക് വേണ്ടിയായിരുന്നു. ഓട്ടുമൊന്തയിൽ നിന്നും കോരിയെടുത്ത ഗംഗാജലം നുകർന്ന് ആ അസ്ഥിപഞ്ജരം എന്നേക്കുമായി കണ്ണടച്ചു. അപ്പുമണിയുടെ തിരിച്ചുവരവ് ഗ്രാമത്തിൽ അവസാനിക്കാത്ത ചർച്ചകൾക്ക് വഴിമരുന്നിട്ടു. അമ്മയുടെ മരണം അപ്പുമണി എങ്ങനെ അറിഞ്ഞു? ഏതു നിമിഷവും മരണം സംഭവിക്കാമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ കാളായി 7 നാൾ മരണത്തെ നോക്കുകുത്തിയാക്കിയത് എങ്ങനെ? അതെ, അപ്പുമണിക്ക് വേണ്ടി മരണം കാത്തുനിന്നു. കാശിയിൽ നിന്നും ഗംഗാജലവുമായി അപ്പുമണി എത്തുന്നതും കാത്ത് മഹാമൃത്യു 7 നാൾ കാത്തുനിന്നു. മാതാവിൻ്റെ മരണാനന്തര ക്രിയകൾക്ക് ശേഷം അപ്പുമണി പനങ്കാവിലെ ഓലപ്പുരയിലേക്ക് താമസം മാറ്റി. അതോടെ കണ്ണനൂർ ഗ്രാമത്തിൻ്റെ ജാതകത്തിൽ ശുക്രദശാകാലത്തിൻ്റെ ആരംഭമായി. പ്രവചനങ്ങൾ. പനങ്കാവിലെ കാഞ്ഞിരമരത്തോട് ചേർന്നുള്ള ഓലപ്പുരയിൽ അപ്പുമണി സ്വാമികൾ 3 നാൾ മൗനവ്രതത്തിലായിരുന്നു. ജലപാനം പോലുമില്ലാതെ, ആരുടെ ചോദ്യങ്ങൾക്കും മറുപടിയില്ലാതെ. എന്നാൽ എല്ലാത്തിനും മറുപടിയായി അപ്പുമണി സ്വാമികൾ മുനകൂർത്ത മൗനത്തിൽ തറഞ്ഞുകിടന്നു. 3-ാം നാൾ അഭിജിത്ത് മുഹൂർത്തത്തിൽ അപ്പുമണി സ്വാമികൾ മൗനം വെടിഞ്ഞു. ഗായത്രി കരകവിയും, ആനപ്പാറ മുങ്ങും, ഒറ്റയ്ക്ക് വന്നവർ ഒരുമിച്ചു പോകും. അപ്പുമണി സ്വാമിയുടെ ആദ്യത്തെ പ്രവചനം കേട്ടവർക്ക് ഒന്നും മനസ്സിലായില്ല. ഗായത്രി പുഴയുടെ നടുക്കുള്ള ആനപ്പാറ ഒരു കാലത്ത് മുങ്ങിയിട്ടില്ല. പുഴ പാലം കവിഞ്ഞൊഴുകിയപ്പോഴും ആനപ്പാറയുടെ കഴുത്തുവരെ മാത്രമേ വെള്ളം കയറിയുള്ളൂ. 60കളിലെ വെള്ളപ്പൊക്കത്തിൽ പോലും ആനപ്പാറ മുങ്ങിയതായി കേട്ടുകേൾവിയില്ല. അതുമല്ല, ഈ വേനലിൽ നീരൊഴുക്ക് നിലച്ച പുഴ എങ്ങനെ കരകവിയും? പക്ഷേ അത് സംഭവിച്ചു. തമിഴ്നാട്ടിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ കാലം തെറ്റിയെത്തിയ പേമാരി ഗായത്രി പുഴയെ കരകവിയിച്ചു. പാലത്തെ വിഴുങ്ങിയ മലവെള്ളം പതുക്കെ പതുക്കെ ആനപ്പാറയെയും അകത്താക്കി. അരനാഴിക നേരത്തേക്ക് ആനപ്പാറ വെള്ളത്തിനടിയിൽ കിടന്നു. നാട്ടുകാർക്ക് അത് ആദ്യത്തെ അനുഭവമായിരുന്നു. വേനലിലെ വിസ്മയമായി മാറിയ വെള്ളപ്പൊക്കം 100 കണക്കിന് ആളുകളുടെ ജീവനെടുത്തു. ഒരു കുടുംബത്തിലെ 3-4 അംഗങ്ങൾ ഒരുമിച്ച് മരണത്തിനിരയായി. ഒറ്റയ്ക്ക് വന്നവർ ഒരുമിച്ച് പോകുമെന്ന പ്രവചനത്തിന് അടിവരയിടുന്നതായിരുന്നു പുഴയോരത്തെ കൂട്ടമരണങ്ങൾ. 3-ാം നാൾ ഗായത്രി പുഴ പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചുപോയെങ്കിലും പനങ്കാവിലെ ഓലപ്പുരയിലേക്ക് ജനപ്രവാഹം തുടങ്ങുകയായി. വേലുണ്ണിയുടെ കാണാതായ കറവ പശുവിനെ കുഴൽമന്നം ചന്തയിൽ വിൽപ്പനയ്ക്ക് നിർത്തിയിട്ടുണ്ടെന്ന് വെളിച്ചപ്പെടുത്തിയതായിരുന്നു മറ്റൊരു വിസ്മയം. ചന്ത പിരിയും മുമ്പ് കുഴൽമന്നത്ത് പാഞ്ഞെത്തിയ വേലുണ്ണിയും കൂട്ടരും മോഷ്ടാക്കളിൽ നിന്നും പശുവിനെ തിരിച്ചുപിടിച്ചു. പിന്നീട് വർഷങ്ങളോളം ആശ്രമത്തിലേക്കുള്ള പാല് വേലുണ്ണിയുടെ വീട്ടിൽ നിന്നായിരുന്നു. ചെല്ലാണ്ടിയുടെ നാട് വിട്ടുപോയ 12 വയസ്സുകാരൻ തെലുങ്കുദേശത്താണെന്ന് ചൂണ്ടിക്കാണിച്ചതായിരുന്നു മറ്റൊന്ന്. തിരുപ്പതിക്കടുത്തുള്ള ഒരു ചായക്കടയിൽ പാത്രം കഴുകിക്കൊണ്ടിരുന്ന പയ്യനെ അന്വേഷണ സംഘം പിടിച്ച പിടിയാലെ നാട്ടിലെത്തിക്കുകയായിരുന്നു. അപ്പുമണി സ്വാമിയുടെ വാക്കുകൾ ഒന്നും പതിരായില്ല. വെള്ളിയാഴ്ചകളിലെ സ്വാമികളുടെ വെളിച്ചപ്പെടുത്തലുകൾക്കായി ആശ്രമത്തിലേക്ക് ആളുകൾ മലവെള്ളം പോലെ ഒഴുകിത്തുടങ്ങി. പല ദേശങ്ങളിൽ നിന്നും എത്തിയവർ കൽപ്പനകൾക്ക് കാതോർത്ത് ഊഴം കാത്തു നിന്നു. 3-4 വർഷം കൊണ്ട് പനങ്കാവിലെ ആശ്രമത്തിൻ്റെ രൂപവും ഭാവവും മാറി. പനമ്പട്ടമേഞ്ഞ കാഞ്ഞിരമരച്ചുവട്ടിലെ ഒറ്റമുറി ആശ്രമം ഏക്കറുകളിലേക്ക് വ്യാപിച്ചു. അപ്പുമണി സ്വാമികൾ പല ദേശങ്ങളിൽ ആരാധകരുള്ള ആൾദൈവമായി. ശിഷ്യന്മാർ. അന്ന് വെള്ളിയാഴ്ചയും പൗർണമിയുമായിരുന്നു. അപ്പുമണി സ്വാമികളുടെ അഭിജിത്ത് മുഹൂർത്തത്തിലുള്ള വെളിപ്പെടുത്തലുകൾക്ക് കാതോർത്ത് ആകാംക്ഷയോടെ കാത്തിരുന്ന ആരാധകരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ആശ്രമത്തിൽ നിന്നും ഇറങ്ങി നടന്നു. വയൽവരമ്പുകൾ പിന്നിട്ട് ഗായത്രി പുഴയിലെ ആനപ്പാറയ്ക്ക് മുന്നിലാണ് സ്വാമികൾ ചെന്ന് നിന്നത്. പാറയിടുക്കുകളിൽ കോലിട്ട് കുത്തി ആരൽ മത്സ്യങ്ങളെ പുറത്തു ചാടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ചന്ദ്രൻകുട്ടി സ്വാമികളെ കണ്ട് മിഴിച്ചു നിന്നുപോയി. സ്വാമികൾ അവനെ അരികിലേക്ക് വിളിച്ചു. പാറക്കുണ്ടിലെ ഒഴുക്കുവെള്ളത്തിൽ 3 തവണ മുങ്ങി നിവരാൻ ആവശ്യപ്പെട്ടു. പറഞ്ഞതുപോലെയെല്ലാം അവൻ അനുസരിച്ചു. "നീ എൻ്റെ കൂടെ വരിക," സ്വാമികൾ കൽപ്പിച്ചു. "എൻ്റെ എരുമകൾ?" പുഴയോരത്ത് മേഞ്ഞുകൊണ്ടിരുന്ന എരുമകളെ ചൂണ്ടി ചന്ദ്രൻകുട്ടി ഒന്ന് മടിച്ചു നിന്നു. "എരുമകൾ തൊഴുത്തിലെത്തിക്കോളും," സ്വാമികൾ ദൃഢസ്വരത്തിൽ മൊഴിഞ്ഞു. ചന്ദ്രൻകുട്ടി പിന്നെ സംശയിച്ചില്ല. സ്വാമികളുടെ പിന്നാലെ മുങ്ങി നിവർന്നപാടെ ആശ്രമത്തിലേക്ക് നടന്നു. ആശ്രമത്തിലെത്തിയ ചന്ദ്രൻകുട്ടിക്ക് തല തോർത്താൻ ഈരിഴത്തോർത്തും മാറ്റിയുടുക്കാൻ കാവിക്കരയുള്ള മുണ്ടും നൽകി. ചാത്തൻ കോളനിയിലെ അമാവാസി എന്ന് വിളിപ്പേരുള്ള ചന്ദ്രൻകുട്ടി അന്നുമുതൽ ആശ്രമത്തിൻ്റെ പൗർണമിയും അപ്പുമണി സ്വാമികളുടെ പ്രഥമ ശിഷ്യനുമായി. ചന്ദ്രൻകുട്ടിക്ക് പിന്നാലെ 6 വിരൽ നാരായണനും ചക്കവേലായുധനും പാപ്പാൻ പാലുണ്ണിയും അപ്പുമണി സ്വാമികളുടെ ശിഷ്യഗണങ്ങളിൽ കണ്ണികളായി. ഒരു വ്യാഴവട്ടക്കാലം അപ്പുമണി സ്വാമികളുടെ നിഴലായി നിന്ന ചന്ദ്രൻകുട്ടി പിന്നീട് കാവിയൊടുത്ത് വടക്കോട്ട് പോയി.
ആശ്രമമുറ്റത്തെ വരിക്കപ്ലാവാണ് വേലായുധനെ സ്വാമികളുടെ മുന്നിലെത്തിച്ചത്. ചക്കയും പുളിയുമൊക്കെ മൊത്തവിലയ്ക്ക് വാങ്ങി കച്ചവടം നടത്തുന്ന വേലായുധൻ ഒരിക്കൽ ചക്ക ചിഹ്നത്തിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതോടെയാണ് ചക്ക വേലായുധൻ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ തോറ്റുവെങ്കിലും കച്ചവടത്തിൽ വേലായുധൻ തോൽവി അറിഞ്ഞിരുന്നില്ല. ആശ്രമത്തിലെ വരിക്കപ്ലാവ് കണ്ട് കയറിച്ചെന്ന വേലായുധനോട് സ്വാമികൾ ഒരു സംശയം ചോദിച്ചു. പ്ലാവ് ഇക്കൊല്ലം ചാവലിട്ടില്ലെങ്കിലോ? എങ്കിൽ മുൻകൂർ നൽകുന്ന 500 രൂപ ആശ്രമത്തിലേക്കുള്ള ദക്ഷിണയായിക്കോട്ടെ. 100 രൂപയുടെ 5 നോട്ടുകൾ സ്വാമികളുടെ മുന്നിൽ വെച്ച് വേലായുധൻ കച്ചവടം ഉറപ്പിച്ചു. മുൻവർഷങ്ങളിൽ വേരു മുതൽ കൊമ്പ് വരെ ചക്ക പൊടിഞ്ഞ പ്ലാവിൽ അക്കൊല്ലം പേരിനു പോലും ചക്കയുണ്ടായില്ല. മാസങ്ങൾക്ക് ശേഷം പ്ലാവിൻ്റെ അവസ്ഥ അറിയാൻ ചെന്ന വേലായുധൻ പിന്നെ ആശ്രമം വിട്ടുപോയില്ല. 6 വിരൽ നാരായണന്റെ കഥ മറ്റൊന്നായിരുന്നു. അലക്കുകാരനായ നാരായണൻ പതിവ് പോലെ പുഴയിൽ വസ്ത്രങ്ങൾ കഴുകി പുൽത്തിട്ടകളിൽ ഉണക്കാനിട്ട ശേഷം ആ ആശ്രമത്തിൽ കൽപ്പനയ്ക്ക് ചെന്നതായിരുന്നു. തലേന്ന് മുതൽ 100ഓളം പേർ ഊഴം കാത്തിരിപ്പുണ്ടായിരുന്നുവെങ്കിലും അന്ന് നാരായണനെയാണ് സ്വാമികൾ ആദ്യം വിളിച്ചത്. നാരായണൻ ആർക്കു വേണ്ടിയാണ് വിഴുപ്പലക്കുന്നത്? സ്വാമികൾ ചോദിച്ചു. എൻ്റെ ചൊപ്പത്തിക്ക് വേണ്ടി. മറുപടിക്കായി നാരായണന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. എങ്കിൽ നാരായണന് അലക്കു മതിയാക്കാം. ഒന്ന് കണ്ണടച്ചു തുറന്ന ശേഷം സ്വാമികൾ പറഞ്ഞു. 3 കൊല്ലത്തോളമായി തളർവാദം പിടിപെട്ട് കിടപ്പിലായിരുന്ന നാരായണൻ ചൊപ്പത്തി അന്നു രാത്രി മരിച്ചു. മക്കളില്ലാതിരുന്ന നാരായണൻ പിന്നെ ആരുടെ വിഴുപ്പും ഏറ്റെടുത്തില്ല. 16-ാം നാൾ ആശ്രമത്തിലെത്തിയ നാരായണന് അലക്കിയ കാവ്യമുണ്ട് നൽകി അപ്പുമണി സ്വാമികൾ അനുഗ്രഹിച്ചു. പാപ്പാൻ പാലുണ്ണി മംഗലം കേശവന്റെ 1-ാം പാപ്പാനായിരുന്നു. ആന ചെരിഞ്ഞപ്പോൾ പണിയില്ലാതായ പാലുണ്ണി ഭാവി അറിയാൻ ആശ്രമത്തിൽ എത്തിയതായിരുന്നു. 3 വെള്ളിയാഴ്ചകൾ പിന്നിട്ടിട്ടും സ്വാമികൾ പാലുണ്ണിയെ വിളിച്ചില്ല. 4-ാമത്തെ വെള്ളിയാഴ്ചയും ആശ്രമത്തിലെത്തിയ പാലുണ്ണി പിന്നെ വീട്ടിലേക്ക് പോയതുമില്ല. കർമ്മയോഗം. 5 തിരിയിട്ട വിളക്കിന് മുന്നിലിരുന്ന് അപ്പുമണി സ്വാമികൾ പ്രഭാഷണം ആരംഭിച്ചു. ഇന്ന് നമുക്ക് വേലുണ്ണിയെയും പാലുണ്ണിയെയും പരിചയപ്പെടാം. പ്രഭാഷണ മണ്ഡപത്തിലെ 100 കണക്കിന് ശ്രോതാക്കളെ നോക്കി പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് സ്വാമികൾ ആമുഖമായി മൊഴിഞ്ഞു. വേലുണ്ണി ഒരു കർഷകനാണ്. ആദ്യ മഴയ്ക്ക് പിന്നാലെ അയാൾ പാടം ഉഴുതിട്ടു. ഉണങ്ങിയ ചാണകപ്പൊടിയും ചാരവും വിതറി മണ്ണിനെ പോഷിപ്പിച്ചു. പതിരൊട്ടുമില്ലാത്ത വിത്തുകൾ നോക്കി വിതച്ചു. വേണ്ട സമയത്ത് കളപറിച്ച് വളമിട്ടു. വിളയെ കീടബാധയിൽ നിന്നും സംരക്ഷിച്ചു. വേലുണ്ണിക്ക് നല്ല വിളവ് കിട്ടി. പാലുണ്ണിയും ഒരു കർഷകനാണ്. ഇടവപ്പാതി കഴിഞ്ഞിട്ടാണ് പാടം പൂട്ടലും വിതയുമൊക്കെ നടന്നത്. വിതച്ചതിൽ പാതി മുളച്ചില്ല, മുളച്ചതിൽ പാതി വിളഞ്ഞതുമില്ല. കളകൾ വിളയെ വിഴുങ്ങുന്നത് കണ്ടില്ലെന്ന് ഭവിച്ചു. കതിരിൽ കൊണ്ട് വളം വെച്ചു. കൊയ്ത്തും മെതിയുമൊക്കെ പ്രഹസനമായി തീർന്നു. വിളവെടുപ്പിന് ശേഷവും പാലുണ്ണിയുടെ പത്തായം ഒഴിഞ്ഞു തന്നെ കിടന്നു. കഥയ്ക്ക് വിരാമം വിട്ടുകൊണ്ട് സ്വാമികൾ മുന്നിലിരിക്കുന്നവരുടെ മുഖങ്ങളിലൂടെ കണ്ണോടിച്ചു. അതെ, വേലുണ്ണിയും പാലുണ്ണിയും അവരവരുടെ കർമ്മഫലമാണ് ഏറ്റുവാങ്ങിയത്. നിറഞ്ഞ പത്തായവും ഒഴിഞ്ഞ പത്തായവും അവരവരുടെ കർമ്മഫലമാണെന്നറിയുക. നിങ്ങൾ ആരാണെന്നും ആരാകണമെന്നും നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അപ്പുമണി സ്വാമികൾ പറഞ്ഞു നിർത്തി. തുടർന്ന് ശ്രോതാക്കൾക്ക് ഇടപെടാനുള്ള അവസരമാണ്. ആർക്കും എന്ത് സംശയവും ചോദിക്കാം. സ്വാമി, ചിലപ്പോൾ വേലുണ്ണിമാർക്കും നിരാശപ്പെടേണ്ടി വരാറില്ലേ? പിൻനിരയിൽ നിന്നും ഒരു ചോദ്യം ഉയർന്നു വന്നു. നിലവിളക്കിലെ തിരി നീട്ടിക്കൊണ്ട് സ്വാമികൾ ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെയും സംഭവിക്കാം. പക്ഷേ അത് വേലുണ്ണിയുടെ അപരാധമാകുന്നില്ല. നിറയെ എണ്ണയുള്ളപ്പോഴും നിലവിളക്കിലെ തിരി അണയാറുണ്ട്. ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി ഉച്ചവരെ നീണ്ട പ്രഭാഷണത്തിന് ശേഷം സ്വാമികൾ കൽപ്പനയ്ക്കായി അന്ന് വേലായുധനെയാണ് ആദ്യം വിളിച്ചത്. കീഴിപ്പാടം ഇക്കുറി വേലായുധനെ നിരാശപ്പെടുത്തില്ല. 100 പറ നെല്ല് കൊയ്തെടുക്കാം. വേലായുധൻ്റെ മനസ്സ് നിറഞ്ഞു. സ്വാമികൾ തുടർന്ന് വിളിച്ചത് കുമാരനെയാണ്. കുമാരൻ തൊഴുകൈകളോടെ സ്വാമികളുടെ മുന്നിലിരുന്നു. നീ വിതച്ചിട്ടുമില്ല, കൊയ്തിട്ടുമില്ല, പിന്നെ എങ്ങനെ പത്തായം നിറയും? സ്വാമികൾ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. വിതയ്ക്കാൻ വിത്തില്ല, നിറയ്ക്കാൻ പത്തായവുമില്ല സ്വാമി. കുമാരൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ശബ്ദമിടറി. നീ വിതയ്ക്കും, കൊയ്യും. സ്വാമികൾ തുടർന്നു. പക്ഷെ വിതയ്ക്കാൻ വയൽ വേണമല്ലോ സ്വാമി. കുമാരൻ കണ്ണു തുടച്ചു. നിനക്കുള്ള വയൽ നീ വൈകാതെ കണ്ടെത്തും. സ്വാമികൾ അനുഗ്രഹിച്ചു. അദ്ദേഹം പിന്നീട് വിളിച്ചത് നാഗേലനെയാണ്. നാഗേലന് വിതയും കൊയ്ത്തുമൊക്കെ മതിയാക്കാം, സ്വാമികൾ പറഞ്ഞു. 90ഓടടുത്ത നാഗേലൻ ഒന്നും മിണ്ടാനാവാതെ തൊഴുതു വിറച്ചു നിന്നു. അപ്പുമണി സ്വാമികൾ വിശ്രമമുറിയിലേക്ക് ചെന്നു. ശ്രോതാക്കൾക്ക് മുന്നിൽ 5 തിരിയിട്ട നിലവിളക്ക് അപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരുന്നു. ചൂണ്ടകൾ. അപ്പുമണി സ്വാമികളുടെ വെളിപ്പെടുത്തലുകൾക്കായി ആശ്രമത്തിൽ ഊഴം കാത്തുകിടന്നവരുടെ എണ്ണം നാൾക്കുനാൾ ഏറിക്കൊണ്ടിരുന്നു. പ്രഭാഷണത്തിന് ശേഷം അദ്ദേഹം ആരെയാണ് വിളിക്കുന്നതെന്ന് ആർക്കും ഊഹിക്കാനാവുമായിരുന്നില്ല. അന്ന് പ്രഭാഷണത്തിന് ശേഷം സ്വാമികൾ ആദ്യം വിളിച്ചത് രക്കനെയായിരുന്നു. മണ്ഡപത്തിലെ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നിരുന്ന രക്കനെ സ്വാമികൾ മാടി വിളിക്കുകയായിരുന്നു. വേഗം പോ, നിന്റെ ചൂണ്ടയിൽ നീ പ്രതീക്ഷിച്ചതിലും കവിഞ്ഞ ഒരെണ്ണം കുടുങ്ങിയിരിക്കുന്നു, സ്വാമികൾ പറഞ്ഞു. പെരുങ്കുളത്തിൽ ചൂണ്ടയിട്ട് വെച്ചിരുന്ന രക്കൻ സ്വാമികളെ നമസ്കരിച്ച ശേഷം ധൃതിയിൽ പുറത്തേക്കിറങ്ങി. രക്കൻ്റെ ചൂണ്ടയിൽ കുടുങ്ങിയ വരാൽ മത്സ്യത്തിൻ്റെ തൂക്കം 6.5 കിലോഗ്രാമായിരുന്നു. 750 രൂപയ്ക്ക് അത് വിറ്റുപോയി. വീടും കുടുംബവും ഒന്നുമില്ലാത്ത രക്കൻ പിന്നെ ഒരു കുളത്തിലും ചൂണ്ടയിട്ടിട്ടില്ല. ആ 750 രൂപയുമായി പിറ്റേന്ന് 10:30-ക്കുള്ള മയിൽ വാഹനത്തിൽ കയറിയ രക്കൻ പിന്നെ തിരിച്ചു വന്നില്ല. മോഷണം കൈമുതലാക്കിയ കണ്ടമുത്തനും ഒരിക്കൽ സ്വാമികളുടെ മുന്നിലെത്തി.
ആശ്രമത്തിൽ നിന്നും ഓട്ടുരുളി മോഷ്ടിച്ച കണ്ടമുത്തൻ അത് 1500 രൂപയ്ക്ക് മുരുകൻ മൂത്താന്റെ പാത്രക്കടയിൽ കൊണ്ടുപോയി വിറ്റു. മൂത്താൻ അത് തേച്ചുമിനുക്കി ആശ്രമത്തിലേക്ക് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. രണ്ടാമതും മോഷണത്തിനായെത്തിയ അയാളെ ശിഷ്യന്മാർ പിടികൂടി സ്വാമികളുടെ മുന്നിലെത്തിക്കുകയായിരുന്നു. കണ്ടമുത്ത, നീ ഇവിടെ നിലവിളക്കോ വാൽക്കിണ്ടിയോ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു. നിന്റെ വീട്ടിൽ അതിലും വലിയ മോഷണം നടന്നിരിക്കുന്നു. മുത്തൻ, വീട്ടിലേക്ക് ചെല്ലുക. അല്ല, ഇനിയിപ്പോൾ ഓടിച്ചെന്നിട്ടും ഫലമൊന്നുമില്ല. മുന്നിൽ മുഖം കുനിച്ചു നിൽക്കുന്ന കണ്ടമുത്തനെ നോക്കി സ്വാമികൾ സഹതപിച്ചു. സ്വാമികളുടെ മുന്നിൽ നിന്ന് കണ്ടമുത്തൻ വിയർത്തൊഴുകി. വീട്ടിൽ ചെന്നപാടെ അയാൾ കുടത്തിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണവും പണ്ടങ്ങളും അവിടെ തന്നെ ഉണ്ടോ എന്നാണ് നോക്കിയത്. അതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടെന്ന് കണ്ടപ്പോഴാണ് അയാൾക്ക് ശ്വാസം നേരെ വീണത്. പിന്നെ ആടും പശുവുമൊക്കെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. സ്വാമികൾ പറ്റിക്കാൻ പറഞ്ഞതായിരിക്കുമെന്ന് കരുതി സമാധാനിച്ച കണ്ടമുത്തൻ പതുക്കെ കിടപ്പുമുറിയിലേക്ക് ചെന്നു. സാവിത്രി എവിടെ? ഒഴിഞ്ഞുകിടക്കുന്ന കട്ടിലിലേക്ക് നോക്കി അയാൾ ആശ്ചര്യപ്പെട്ടു. ഈ നേരത്തെ ഇവളെവിടെ പോകാൻ? അയാൾ അങ്കലാപ്പോടെ കോലായിലേക്ക് ചെന്നു. ഇനിയിപ്പോൾ പാറുവമ്മയുടെ ചാളയിലെങ്ങാൻ ചെന്നിട്ടുണ്ടാവുമോ? കണ്ടമുത്തൻ ടോർച്ച് തെളിയിച്ച് വേലിക്കപ്പുറത്തുള്ള പാറുവമ്മയുടെ കുടിലിലേക്ക് ചെന്നു. പാറുവമ്മ മണ്ണെണ്ണ വിളക്കിന് മുന്നിലിരുന്ന് ഉറക്കം തൂങ്ങുകയാണ്. അയാളുടെ മുരടനക്കം കേട്ട് ആ വൃദ്ധ മുഖമുയർത്തി. ചതിച്ചല്ല മുത്ത, നിന്റെ പെണ്ണ് ആ ആക്രി കച്ചവടക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. അയാളെ കണ്ടതും പാറുവമ്മ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു. അയാൾ മരം കണക്കെ ഏറെ നേരം അനങ്ങാതെ നിന്നു. അനന്തരം വൃദ്ധ നീട്ടിയ ഒരു മൊന്ത വെള്ളം ഒറ്റ വലിക്ക് കുടിച്ച് ഒന്നും മിണ്ടാതെ ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു. മുത്ത, നീ വിവരക്കേടൊന്നും കാണിക്കണ്ട. അവള് തൊലഞ്ഞൂന്ന് കരുതി സമാധാനിക്ക്. വൃദ്ധ പുറത്തേക്ക് ഇറങ്ങി വന്ന് വിളിച്ചു പറഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തിയ കണ്ടമുത്തൻ ഉമ്മറക്കോലായിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. 6-ാം ഇന്ദ്രിയം. ആശ്രമത്തിലെ വടക്കുഭാഗത്തുള്ള വിശ്രമമുറിയുടെ ജാലകം തുറന്നിട്ടാൽ പെരുങ്കുളവരമ്പിലെ പാണ്ഡവപ്പനകൾ കാണാം. പങ്കജത്തിന്റെ ചിതയെരിയുമ്പോൾ അർജുനപ്പന കടപുഴകി വീണതിൽ പിന്നെ ശേഷിച്ച പനകളിൽ ആരും സ്പർശിച്ചിട്ടില്ല. ഇടിമിന്നലേറ്റ് കത്തിപ്പോയ യക്ഷിപ്പനയുടെ സ്ഥാനത്ത് 3-4 കുറ്റിപ്പനകൾ തലപൊക്കിയിരിക്കുന്നു. പ്രഭാഷണവും പ്രവചനവും കഴിഞ്ഞ് വിശ്രമമുറിയിലെത്തുന്ന അപ്പുമണി സ്വാമികൾ ചിലപ്പോൾ ജാലകം തുറന്നിട്ട് മണിക്കൂറുകളോളം പാണ്ഡവപ്പനകളെ നോക്കി നിൽക്കാറുണ്ട്. സ്വാമികളുടെ ഇന്നലെകളെക്കുറിച്ച് അറിയാവുന്ന ആരും ആ സമയത്ത് അദ്ദേഹത്തെ സമീപിക്കാറില്ല. ഒരിക്കൽ ജാലകത്തിലൂടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അരികിലെത്തിയ ശിഷ്യനോട് സ്വാമികൾ മനസ്സ് തുറന്നു. ആ 4 പനകൾക്കിടയിൽ ഒരു പന കൂടി ഉണ്ടായിരുന്നു. കഥയറിയാത്ത ആ ശിഷ്യൻ ഇല്ലാതായ ആ പനയെക്കുറിച്ച് അന്വേഷിച്ചു. അതാണ് ഈ ഞാൻ, സ്വാമികൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ആ ശിഷ്യന് ഒന്നും മനസ്സിലായില്ല. മിഴിച്ചു നിൽക്കുന്ന ശിഷ്യനോട് സ്വാമികൾ തുടർന്നു. എങ്ങനെയാണ് അവളുടെ സമനില തെറ്റിപ്പോയതെന്നറിയില്ല. കാഞ്ഞിരക്കൊമ്പിൽ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ച വികാരം എന്തെന്ന് നിശ്ചയമില്ല. പക്ഷേ അത് സംഭവിച്ചു. പിന്നീടുള്ള എൻ്റെ ജീവിതം എന്തിനെന്നറിയാത്ത യാത്രകളായിരുന്നു. തീർത്ഥാടന കേന്ദ്രങ്ങൾ പലതും പിന്നിട്ട് എപ്പോഴോ കാശിയിലെത്തി. അവിടെ ഒരു ആശ്രമത്തിൽ വർഷങ്ങളോളം കഴിച്ചുകൂട്ടി. ചോദ്യങ്ങളും ഉത്തരങ്ങളുമില്ലാത്ത ഒരു ജീവിതം. ഗുരുവിനെ അനുസരിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ആലോചിച്ചില്ല. ഗുരു അവസാനിച്ചതോടെ അവിടെ നിന്നും ഇറങ്ങി എവിടേക്കോ അലഞ്ഞു. ഒരുപാട് തീർത്ഥങ്ങളിൽ പിന്നെയും മുങ്ങി നിവർന്നു. ഒടുവിൽ പെറ്റ വയറിൻ്റെ വിളി കേട്ട് തുടങ്ങിയിടത്തു തന്നെ തിരിച്ചെത്തി. ഒരുപക്ഷെ അമ്മയുടെ ആ വിളിയാണ് എൻ്റെ 6-ാം ഇന്ദ്രിയത്തിൻ്റെ പിറവിക്ക് പിന്നിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, 6-ാം ഇന്ദ്രിയം എന്നൊന്നുണ്ടെങ്കിൽ അത് അമ്മയാണ്, ആ മനസ്സാണ്. അല്പനേരത്തെ മൗനത്തിനൊടുവിൽ സ്വാമികൾ തുടർന്നു. നിനക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അത്രയും നല്ലത്. ഇനിയിപ്പോൾ മറിച്ചാണെങ്കിൽ അതും നല്ലതിനെന്ന് കരുതുക. അല്പനേരം കൂടി ഞാനിങ്ങനെ ഈ ജാലകത്തിനരികിൽ നിൽക്കട്ടെ. ഗുരുവിനെ നമസ്കരിച്ച് ആ ശിഷ്യൻ അപ്പോൾ തന്നെ പുറത്തിറങ്ങി. അതിനുശേഷം ആ ശിഷ്യനെ ആശ്രമത്തിൽ ആരും കണ്ടിട്ടില്ല. അയാൾ അയാളുടെ മാർഗം കണ്ടെത്തിയിരിക്കുന്നു, ലക്ഷ്യവും. മറ്റുള്ളവരുടെ അന്വേഷണത്തിനുള്ള മറുപടിയായി സ്വാമികൾ അറിയിച്ചു. അത് സത്യമായിരുന്നു. ആ ചെറുപ്പക്കാരൻ അയാളുടെ അമ്മയുടെ അടുത്ത് തന്നെ തിരിച്ചെത്തിയിരുന്നു. പെങ്ങൾ. ആശ്രമത്തിൽ അന്ന് കൽപ്പനയ്ക്കായി എത്തിയവരുടെ കൂട്ടത്തിൽ ഒരു മധ്യവയസ്കയും ഉണ്ടായിരുന്നു. സ്വാമികളുടെ നേർപ്പെങ്ങൾ സുചിത്ര. ആദ്യമായിട്ടാണ് അവർ ആശ്രമത്തിൽ കാലെടുത്ത് വെക്കുന്നത്. ആൾക്കൂട്ടത്തിൽ ആരും അവരെ തിരിച്ചറിഞ്ഞില്ല. ആയിരങ്ങളിൽ ഒരാളായി പ്രഭാഷണ മണ്ഡപത്തിലിരുന്ന പെങ്ങളെ സ്വാമികൾ ശിഷ്യന്മാരെ വിട്ട് വിശ്രമമുറിയിലേക്ക് വിളിപ്പിച്ചു. ദൈവമേ, എനിക്ക് കൽപ്പന തന്നാലും. സ്വാമികളുടെ മുന്നിലെത്തിയ പെങ്ങൾ കൈകൂപ്പിക്കൊണ്ട് വിതുമ്പി. ശിഷ്യന്മാർ പുറത്തിറങ്ങി നിന്നു. സ്വാമികൾ നേർപ്പെങ്ങളെ വാത്സല്യത്തോടെ ഒന്ന് നോക്കി. നിന്നോട് എനിക്ക് കൽപ്പിക്കാൻ ഒന്നുമില്ലല്ലോ പെങ്ങളെ. അങ്ങനെ പറയരുത്. അവരുടെ ശബ്ദമിടറി. നിനക്ക് നല്ല വിശപ്പുണ്ട്. വെന്തതോ വിളഞ്ഞതോ ആയ എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് അല്പമൊന്ന് വിശ്രമിക്കി, സ്വാമികൾ പറഞ്ഞു. സുചിത്ര കണ്ണു തുടച്ചു. ഒരു ശിഷ്യൻ അവരെ ഭക്ഷണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 1-2 പഴവും 1 ഗ്ലാസ് തണുത്ത വെള്ളവും കുടിച്ച ശേഷം സുചിത്ര വീണ്ടും സ്വാമികളുടെ മുന്നിലെത്തി. ഇരിക്കൂ, സ്വാമികൾ ശാന്തനായി പറഞ്ഞു. സുചിത്ര ആങ്ങളയ്ക്ക് അഭിമുഖമായി ചമ്രം പടിഞ്ഞിരുന്നു. കാണണമെന്ന് ആഗ്രഹിച്ചു. സ്വാമികൾ മിഴിപൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഞാൻ വന്നല്ലോ. സുചിത്ര വിതുമ്പി. ഇനി കാണാൻ കഴിഞ്ഞെന്നു വരില്ല. സ്വാമികൾ ഒരു പൊതി നീട്ടിക്കൊണ്ട് പറഞ്ഞു. സുചിത്ര 2 കൈയും നീട്ടി അത് ഏറ്റുവാങ്ങി. തുറന്നു നോക്കൂ, സ്വാമികൾ പറഞ്ഞു. സുചിത്ര സാവധാനം ആ പൊതി തുറന്നു. അതിനകത്ത് ഒരു താലിമാലയും മോതിരവുമായിരുന്നു. ഇത് പങ്കജത്തിൻ്റെ? സുചിത്രയുടെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇനി ഇത് നീ സൂക്ഷിക്കുക. ഏട്ടാ,
സുചിത്ര പൊട്ടിക്കരഞ്ഞു. കരയരുത്. ഇതല്ലാതെ നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഇവിടെ നീ കാണുന്നതൊന്നും എൻ്റേതല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊന്നും തരാനും കഴിയില്ല. സ്വാമികൾ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ഏട്ടൻ്റെ അനുഗ്രഹം മാത്രം മതി. അവൾ കരച്ചിലടക്കാൻ പാടുപെട്ടു. നിനക്ക് ഇവിടെ വന്ന് ഒരിക്കൽ കൂടി കരയേണ്ടി വരും. അതിനുശേഷം അടുത്ത കാലത്തൊന്നും കരയേണ്ടി വരില്ല. അർഹിക്കുന്നത് ആഗ്രഹിക്കുക, ഉള്ളതിനെ ഓർത്ത് ആഹ്ലാദിക്കുക, കയ്യെത്താത്തത് കണ്ടില്ലെന്ന് കരുതുക. ശിരസിൽ കൈവച്ചുകൊണ്ട് സ്വാമികൾ അനുഗ്രഹിച്ചു. അല്പനേരം കൂടി അവിടെ ഇരുന്ന ശേഷം മിഴി തുടച്ചുകൊണ്ട് സുചിത്ര എണീറ്റു. പുറത്തു നിന്നിരുന്ന ശിഷ്യന്മാർ ആദരവോടെ അവർക്ക് വഴിമാറിക്കൊടുത്തു. പ്രഭാഷണ മണ്ഡപത്തിൽ കൽപ്പനയ്ക്കായി കാത്തിരുന്ന ആയിരങ്ങൾക്കിടയിലൂടെ സുചിത്ര പുറത്തേക്ക് നടന്നു. വാതിൽക്കലെത്തിയ അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി. മേടയിൽ 5 തിരിയിട്ട നിലവിളക്കിന് മുന്നിലെ പട്ടുതുണി വിരിച്ച പീഠത്തിനരികിലേക്ക് ദിവ്യമായ ഒരു പ്രകാശം വന്നു നിറയുന്നതായി അവൾക്ക് തോന്നി. സുചിത്ര ഒന്നുകൂടി ദൈവത്തെ വിളിച്ച് കൈകൂപ്പി. തലക്കുറി. ബാർബർ കുഞ്ചാറുവിന് 5-ാം വരവിലാണ് സ്വാമികളുടെ കൽപ്പന കിട്ടിയത്. ഇന്നേക്ക് 4-ാം നാൾ നിന്റെ മുന്നിലെത്തുന്ന ഒരു തല നിന്റെ തലയിലെഴുത്തു മാറ്റും. അതായിരുന്നു കൽപ്പന. ആ വെള്ളിയാഴ്ച കൽപ്പന കിട്ടിയവരിൽ അവസാനത്തെ ആളായിരുന്നു കുഞ്ചാറു. തിരിച്ചെന്തെങ്കിലും ചോദിക്കാൻ അയാൾക്ക് നാവു പൊന്തിയില്ല. മിഴിച്ചിരിക്കുന്ന കുഞ്ചാറുവിനെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് സ്വാമികൾ വിശ്രമമുറിയിലേക്ക് പോവുകയും ചെയ്തു. കാട്ടുപാതയിലെ കല്ലത്താണിക്കടുത്തുള്ള കുഞ്ചാറുവിൻ്റെ ബാർബർ ഷോപ്പ് ആഴ്ചയിൽ 2 ദിവസമേ തുറക്കാറുള്ളൂ, ബുധനാഴ്ചയും ഞായറാഴ്ചയും. പുറംപോക്കിലെ പനമ്പട്ടമേഞ്ഞ ആ ബാർബർ ഷോപ്പ് എത്രയോ വർഷങ്ങളായി കാലത്തിൻ്റെ മാറ്റങ്ങളൊന്നും അറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അന്ന് ആദ്യമായി കുഞ്ചാറു തിങ്കളാഴ്ച ബാർബർ ഷോപ്പ് തുറന്നുവെച്ചു. സ്വാമികൾ പ്രവചിച്ച 4-ാം നാൾ അന്നായിരുന്നു. അക്ഷരമറിയാത്ത കുഞ്ചാറു ഉച്ചവരെ പത്രം മറിച്ചും പാട്ടുകേട്ടും കഴിച്ചുകൂട്ടി. ഉച്ചയ്ക്ക് വീട്ടിൽ പോകാനായി കടയടയ്ക്കാൻ തുടങ്ങുമ്പോഴാണ് 1:30-ക്കുള്ള ഭാഗ്യരേഖയിൽ ഒരു നരച്ച തല വന്നിറങ്ങിയത്. നേരെ ശങ്കരേട്ടൻ്റെ ഹോട്ടലിലേക്ക് ചെന്ന മുള്ളൻ പന്നിയെ ഓർമ്മിപ്പിക്കുന്ന ആ തല അല്പനേരത്തിനു ശേഷം കുഞ്ചാറുവിൻ്റെ ബാർബർ ഷോപ്പിലേക്ക് കയറി ചെന്നു. കട്ടിങ്ങോ ഷേവിങ്ങോ? അന്നുവരെ കണ്ടിട്ടില്ലാത്ത ആ അപരിചിതനെ നോക്കി കുഞ്ചാറു ചോദിച്ചു. 2ഉം. പഴയ മരക്കസേരയിൽ അമർന്നിരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു. കുഞ്ചാറുവിന് അയാൾ ആരാണെന്നും എവിടെ നിന്നാണെന്നും എന്തിനു വന്നതാണെന്നും മറ്റും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 50 വർഷത്തെ ബാർബർ പണിക്കിടയിൽ ഒരക്ഷരം പോലും മിണ്ടാതെയാണ് അയാൾ പണി പൂർത്തിയാക്കിയത്. എത്രയായി? വെട്ടുകഴിഞ്ഞപ്പോൾ അപരിചിതൻ ചോദിച്ചു. 30 ഉറുപ്പിക. കുഞ്ചാറു തുപ്പലിറക്കി. അയാൾ ബാഗ് തുറന്ന് ഒരു കെട്ട് പുറത്തെടുത്തു. അതിൽ നിന്നും ഒരെണ്ണം വലിച്ചെടുത്ത് കുഞ്ചാറുവിൻ്റെ നേർക്ക് നീട്ടി. 5 കോടിയാണ്, നാളെയാണ്. അന്തം വിട്ടു നിൽക്കുന്ന കുഞ്ചാറുവിനെ നോക്കി അയാൾ പറഞ്ഞു. അല്ല, അത് പിന്നെ? കുഞ്ചാറു ഒന്ന് വല്ലാതെയായി. 30 കഴിച്ച് 170 രൂപ കിട്ടിയാൽ എനിക്ക് പോകാം. അയാൾ തിടുക്കം കൂട്ടി. കുഞ്ചാറു പോക്കറ്റിലുള്ളതെല്ലാം പുറത്തെടുത്ത് എണ്ണി നോക്കി. 5 രൂപ കുറവുണ്ട്. അത് സാരമില്ല. അയാൾ പണം വാങ്ങി ബാഗിൽ വെച്ചു. ആശ്രമത്തിലേക്ക് വന്നതായിരുന്നു. ഇന്ന് കൽപ്പനയില്ലെന്ന് ചായക്കടക്കാരൻ പറയുകയുണ്ടായി. എന്നാൽ പിന്നെ മുടിയൊന്ന് വെട്ടിക്കാമെന്ന് തീരുമാനിച്ചു. ടിക്കറ്റ് മടക്കി പോക്കറ്റിലിട്ടുകൊണ്ട് കുഞ്ചാറു ശങ്കരേട്ടൻ്റെ ഹോട്ടലിലേക്ക് ചെന്നു. ശങ്കരേട്ടാ, ഒരു കടം ചായ. വന്ന വെള്ളം നിന്ന വെള്ളത്തെയും കൊണ്ടുപോയി. കൈനീട്ടക്കാരൻ കയ്യിലുള്ള കാശും വാങ്ങിക്കൊണ്ടുപോയി. പുറത്തെ ബെഞ്ചിലിരുന്നു കൊണ്ട് കുഞ്ചാറു പറഞ്ഞു. ആ നരച്ച തലയനല്ലേ? അയാൾ എന്നെയും ഒന്ന് കമിഴ്ത്തി. ചായ കുടിച്ചിട്ട് ആ ചങ്ങാതി പൈസയ്ക്ക് പകരം 200-ന്റെ ഓണം ബമ്പറാ എടുത്ത് നീട്ടിയത്, ശങ്കരേട്ടൻ പറഞ്ഞു. കടയിലുള്ളവർ കൂട്ടത്തോടെ ഒന്ന് ചിരിച്ചു. ആരാ അയാള്? കുഞ്ചാറു ചോദിച്ചു. അറിയില്ല, കൽപ്പനയ്ക്ക് വന്ന കക്ഷിയാണ്. ശങ്കരേട്ടൻ ചായ എടുക്കുന്നതിനിടയിൽ അലസമായി മൊഴിഞ്ഞു. കുഞ്ചാറു പോക്കറ്റിൽ നിന്ന് 5 കോടിയുടെ ലോട്ടറി ടിക്കറ്റ് എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. എവിടെ? ലോകാവസാനം. അപ്പുമണി സ്വാമികൾ മരിച്ചു. അന്ന് പ്രഭാഷണവും പ്രവചനവും കഴിഞ്ഞ് വിശ്രമിക്കാൻ ചെന്ന സ്വാമികൾ പിന്നെ പുറത്തു വന്നില്ല. അദ്ദേഹം അവസാനമായി പ്രവചിച്ചത് ബാർബർ കുഞ്ചാറുവിൻ്റെ ഭാവിയെക്കുറിച്ചായിരുന്നു. 5 കോടിയുടെ ഓണം ബമ്പറടിച്ച കുഞ്ചാറു സ്വാമികൾ വിളിക്കാതെ തന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്നിരിക്കുകയായിരുന്നു. നിന്റെ ഭാഗ്യത്തെ നീ എങ്ങനെ കാണുന്നു? കുഞ്ചാറുവിനെ ആഴത്തിൽ ഒന്ന് നോക്കിയ ശേഷം സ്വാമികൾ ചോദിച്ചു. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല സ്വാമി. അവിടുന്ന് ഈയുള്ളവൻ്റെ കണ്ണു തുറന്നു തരണം. കുഞ്ചാറു കൂപ്പുകൈകളോടെ അറിയിച്ചു. ഇന്നേക്ക് 21-ാം നാൾ ലോകാവസാനമാണെന്ന് കരുതുക. എങ്കിൽ കുഞ്ചാറു എന്താണ് ചെയ്യുക? അല്പനേരത്തെ മൗനത്തിനൊടുവിൽ സ്വാമികൾ ചോദിച്ചു. ഞാൻ എന്ത് ചെയ്യണം സ്വാമി? കുഞ്ചാറുവിൻ്റെ തൊണ്ട ഇടറി. ആ ഞാറ്റുകണ്ടം കാണുന്നുണ്ടോ? തുലാമഴയ്ക്ക് ശേഷം ഇക്കാണുന്ന പാടങ്ങളിലൊക്കെ പറിച്ചു നടാനുള്ളതാണത്. ജാലകത്തിലൂടെ പുറത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സ്വാമികൾ പറഞ്ഞു. കുഞ്ചാറു ഞാറ്റുകണ്ടത്തിലേക്കും സ്വാമികളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി മിഴിച്ചിരുന്നു. സ്വാമികൾ തുടർന്നു. കുഞ്ചാറു ചെന്ന് ഞാറ്റടിക്ക് വെള്ളം തിരിക്കുന്ന പണിക്കാരിൽ ഒരാളെ വിളിച്ചുകൊണ്ടുവരിക. കുഞ്ചാറു ധൃതിയിൽ എണീറ്റ് പാടത്തേക്ക് ചെന്നു. 10 മിനിറ്റിനകം ഒരു പണിക്കാരിയെയും കൊണ്ട് അയാൾ തിരിച്ചെത്തി. ഇന്നേക്ക് 21-ാം നാൾ ഈ ലോകം അവസാനിക്കും. അത് പറയാനാണ് വിളിപ്പിച്ചത്. മുന്നിൽ വന്ന് തൊഴുകയോടെ നിൽക്കുന്ന പണിക്കാരിയെ നോക്കി സ്വാമികൾ പറഞ്ഞു. ആ സ്ത്രീ ആകെ പരിഭ്രമിച്ചു. അതിനു മുമ്പ് തുലാമഴ എത്തുമോ സ്വാമി? അല്പനേരത്തെ ആലോചനയ്ക്കൊടുവിൽ ആ സ്ത്രീ ചോദിച്ചു. എന്തിനാണ്? സ്വാമികളൊന്ന് പുഞ്ചിരിച്ചു. ഈ ഞാറൊക്കെ പറിച്ചു നടണമല്ലോ, ആ സ്ത്രീ പറഞ്ഞു. മറുപടിക്ക് പിന്നാലെ ആ സ്ത്രീ വയലിലേക്ക് തന്നെ തിരിച്ചുപോയി. കുഞ്ചാറു അപ്പോഴും മിഴിച്ചു നിൽക്കുകയാണ്. നീ ചോദിച്ച ചോദ്യത്തിനും ചോദിക്കാനിരുന്ന ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇപ്പോൾ ഇവിടെ നിന്നും പോയ സ്ത്രീ.
അത്രയും പറഞ്ഞ് സ്വാമികൾ എണീറ്റു. പുറത്തിറങ്ങിയ കുഞ്ചാറുവിൻ്റെ അന്താളിപ്പ് കണ്ട് കൽപ്പനയ്ക്ക് ഊഴം കാത്തിരുന്ന ചിദംബരം ചെട്ടിയാർ അടുത്തു ചെന്ന് കാര്യം തിരക്കി. ഇന്നേക്ക് 21-ാം നാൾ ലോകാവസാനം. അത്രയും പറഞ്ഞ് കുഞ്ചാറു ഒരു ഭ്രാന്തനെ പോലെ പുറത്തേക്കിറങ്ങി. ചിദംബരം ചെട്ടിയാർ ഇടിവെട്ടേറ്റ പോലെ വിറങ്ങലിച്ചു നിന്നുപോയി. സ്വാമികളുടെ ശിഷ്യന്മാർ നൽകിയ ഒരു കിണ്ടി വെള്ളം മുഴുവനായും കുടിച്ചു തീർത്ത ശേഷം ചെട്ടിയാർ ചുമരും ചാരി നിന്നു. എറണാകുളത്ത് 16 നിലകളിൽ ഫ്ളാറ്റ് പണിയുന്ന ചിദംബരം ചെട്ടിയാർ തൊട്ടുമുന്നിൽ തൂങ്ങിക്കിടക്കുന്ന കാലഭൈരവന്റെ മുഖചിത്രമുള്ള കലണ്ടർ നോക്കി വിയർത്തൊഴുകി. ഇന്നേക്ക് 21-ാം നാൾ, അതായത് ഡിസംബർ 21-ാം തീയതി. പുറത്തിറങ്ങിയ ചിദംബരം ചെട്ടിയാർ മൊബൈൽ ഫോൺ എടുത്ത് എറണാകുളത്തെ കാര്യസ്ഥനെ വിളിച്ചു. ചെട്ടിയാരാണ്, ഫ്ളാറ്റിന്റെ പണി ഡിസംബർ 21-ന് മുമ്പ് പൂർത്തിയാകണം. അത്രയും പറഞ്ഞ് ചെട്ടിയാർ ഫോൺ ഓഫാക്കി. ചെട്ടിയാർ പിന്നെ കേട്ടത് ആശ്രമത്തിൽ നിന്നുള്ള കൂട്ട നിലവിളിയാണ്. സ്വാമികൾ പോയി. പുറത്തിറങ്ങി വന്ന ആരോ ഒരാൾ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, അതെ, അപ്പുമണി സ്വാമികൾ എന്ന ആൾദൈവം അവസാനിച്ചിരിക്കുന്നു. തിരിച്ചടികൾ. അപ്പുമണി സ്വാമികളുടെ മരണത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടവരിൽ രാമൻ മാഷും ഉൾപ്പെടുന്നു. ആശ്രമത്തിനടുത്ത് ലക്ഷങ്ങൾ മുടക്കി ലോഡ്ജ് പണിതതും 3-4 ഓട്ടോറിക്ഷകൾ വാങ്ങിയിട്ടതുമൊക്കെ വെറുതെയായിരിക്കുന്നു. സ്വാമികളില്ലാത്ത ഈ കുഗ്രാമത്തിൽ ഇനിയൊരു ലോഡ്ജിന്റെ ആവശ്യമെന്താണ്? ഓടുന്ന സ്വാമിക്ക് ഒരു മുഴം മുമ്പേ എന്നാണ് സഹപ്രവർത്തകർ രാമൻ മാഷുടെ ലോഡ്ജിനെ വിശേഷിപ്പിച്ചത്. 24 മുറികളുള്ള സ്വാമി കൃപ ലോഡ്ജ് രാമൻ മാഷിനെ ഒരിക്കലും നിരാശപ്പെടുത്തിയില്ല. മാഷിന്റെ മാസശമ്പളത്തേക്കാൾ കൂടുതലായിരുന്നു ലോഡ്ജിൽ നിന്നുള്ള വരുമാനം. 3-ാമതൊരു നില കൂടി പണിയാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മാഷ്. 12 മുറികളുള്ള 3-ാം നിലയുടെ പ്ലാനും എസ്റ്റിമേറ്റുമായി മാഷ് ബാങ്കിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു സ്വാമികളുടെ മരണവാർത്ത അറിയുന്നത്. ഉമ്മറത്തെ ചാരുകസേരയിലേക്ക് ചരിഞ്ഞ മാഷ് 3-4 മണിക്കൂർ നേരം അതേ കിടപ്പ് കിടന്നു. രാജലക്ഷ്മി ടീച്ചർ ഭഗവത്ഗീതയ്ക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി രാമൻ മാഷിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ലെന്നും ഒരു സൂര്യൻ അസ്തമിക്കുമ്പോൾ 1000 നക്ഷത്രങ്ങൾ ഉദിക്കുമെന്നും മറ്റുമുള്ള ടീച്ചറുടെ സാരോപദേശങ്ങൾ നാഴികയോളം നീണ്ടുപോയി. ഉപദേശം നിർത്തി ടീച്ചർ അടുക്കളയിലേക്ക് പോയപ്പോൾ രാമൻ മാഷ് പതുക്കെ ഒന്ന് നിവർന്നിരുന്നു. 3-ാം നിലയുടെ പ്ലാനും കാര്യങ്ങളും അപ്പോഴും മാഷുടെ കയ്യിൽ തന്നെ ചുരുണ്ട് കിടന്നിരുന്നു. 4 മണിയോടെയാണ് രാമൻ മാഷ് ആശ്രമത്തിലെത്തിയത്. അവിടം ജനസമുദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. പ്രഭാഷണ മണ്ഡപത്തിൽ ദർശനത്തിന് വെച്ച സ്വാമികളുടെ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം സമർപ്പിച്ച് മാഷ് വേഗം ലോഡ്ജിലേക്ക് ചെന്നു. ഇന്നിപ്പോൾ 1000 മുറികളുണ്ടെങ്കിലും മതിയാവില്ല മാഷേ. മാഷെ കണ്ടതും കാര്യസ്ഥൻ ഗോപാലൻ ഓടി വന്നു. നാളെയോ? മാഷ് ഒരു നിമിഷത്തെ മൗനത്തിനൊടുവിൽ ചോദിച്ചു. നാളെ. ഗോപാലൻ ഒന്ന് പതറി. സ്വീകരണ മുറിയിലെ സ്വാമികളുടെ ഛായാചിത്രത്തിലേക്ക് നോക്കി രാമൻ മാഷ് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പൊട്ടിക്കരഞ്ഞു. ദശാസന്ധികൾ. ആളൊഴിഞ്ഞ ലോഡ്ജിൻ്റെ സ്വീകരണ മുറിയിൽ ഏകനായിരിക്കുമ്പോൾ രാമൻ മാഷ് അപ്പുമണി സ്വാമികളെ ഓർത്തു. മരിക്കുന്നതിന് 3 ആഴ്ചകൾക്ക് മുമ്പ് സ്വാമികൾ രാമൻ മാഷെ വിളിപ്പിക്കുകയുണ്ടായി. മാഷ് ചെല്ലുമ്പോൾ സ്വാമികൾ ധ്യാനത്തിലായിരുന്നു. നാഴികകൾ നീണ്ട ധ്യാനത്തിനൊടുവിൽ സ്വാമികൾ കണ്ണു തുറന്നു. മാഷ് കാത്തിരുന്ന് മുഷിഞ്ഞുവോ? സ്വാമികൾ പുഞ്ചിരിയോടെ തിരക്കി. മാഷ് തിരിച്ചൊരു പുഞ്ചിരി നൽകി സ്വാമികൾക്ക് അഭിമുഖമായി നിലത്ത് ചമ്രമടിഞ്ഞിരുന്നു. ഞാൻ ആരാണ്? പതിഞ്ഞ ശബ്ദത്തിൽ സ്വാമികൾ ചോദിച്ചു. ആ ചോദ്യത്തിനു മുമ്പിൽ രാമൻ മാഷ് ഒന്ന് പതറിപ്പോയി. അവിടുന്ന് ഞങ്ങളുടെ ദൈവമാണ്, രാമൻ മാഷ് ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ആ മറുപടിക്ക് മുന്നിൽ സ്വാമികൾ ഒന്ന് നെടുവീർപ്പിട്ടു. ഞാൻ ദൈവമാണെങ്കിൽ രാമൻ മാഷും ദൈവമാണ്. ഞാൻ വെറും മനുഷ്യൻ. രാമൻ മാഷ് വിനയത്തോടെ സ്വാമികളെ തിരുത്തി. അതെ, എനിക്കൊരു വെറും മനുഷ്യനാകണം. നിങ്ങൾ അതിനെന്നെ അനുവദിക്കുമോ? ഏറെ നേരത്തെ മൗനത്തിനൊടുവിൽ കൈകൂപ്പിക്കൊണ്ട് സ്വാമികൾ പറഞ്ഞു. ഈ പാവത്തെ പരീക്ഷിക്കരുത്. രാമൻ മാഷ് ദയനീയമായി സ്വാമികളെ നോക്കി. കൂട്ടുപാതയിൽ ഇപ്പോൾ എത്ര ഓട്ടോറിക്ഷകളുണ്ട്? സ്വാമികൾ തുടർന്ന് ചോദിച്ചു. 36. ചെറിയൊരാലോചനയ്ക്കൊടുവിൽ രാമൻ മാഷ് പറഞ്ഞു. മാഷുടെ ലോഡ്ജ് എങ്ങനെ പോകുന്നു? തരക്കേടില്ല, എല്ലാം അവിടുത്തെ അനുഗ്രഹം. മാഷുടെ നക്ഷത്രം തിരുവോണം. ഇപ്പോൾ വ്യാഴദശാന്ത്യം അല്ലേ? അവിടുത്തേക്ക് തെറ്റില്ലല്ലോ. എന്നെ വിശ്വസിച്ച് മാഷ് ഈ ഓണം കേറാമുലയിൽ ലോഡ്ജ് പണിതു. ഇപ്പോഴിതാ 3-4 ഓട്ടോറിക്ഷകളും വാങ്ങി വിട്ടിരിക്കുന്നു. അനുഗ്രഹിക്കണം. മാഷിനിപ്പോൾ രാഹുവിൻ്റെ അപഹാരമാണ്. ഒരു ദശാസന്ധിയെ നേരിടുന്നു. രാമൻ മാഷ് ഒന്ന് വിയർത്തു. പ്രശ്നങ്ങൾ വല്ലതും? ഉണ്ട്, പക്ഷെ അതിജീവിക്കും. അത്രയും പറഞ്ഞ് സ്വാമികൾ മിഴി പൂട്ടി. അല്പനേരം കൂടി സ്വാമികളുടെ മുന്നിലിരുന്ന ശേഷം രാമൻ മാഷ് പതുക്കെ എണീറ്റു. രാമൻ മാഷ് ഓർമ്മകളിൽ നിന്നും മുഖമുയർത്തി. അതെ, ഞാനിപ്പോൾ ഒരു ദശാസന്ധിയിലാണ്. ഞാൻ മാത്രമല്ല, ഒരു ഗ്രാമം മുഴുവനും. രാമൻ മാഷ് ആരോടെന്നില്ലാതെ പറഞ്ഞു. ഒരു വിലാപം. അപ്പുമണി സ്വാമികളുടെ അവതാരത്തോടെയാണ് ഗ്രാമത്തിലെ ഭഗവതി ക്ഷേത്രത്തിൽ അനക്കമുണ്ടായി തുടങ്ങിയത്. സ്വാമികളെ ദർശിക്കാനെത്തുന്നവരിൽ കുറച്ചുപേരെങ്കിലും മാർഗമധ്യേയുള്ള ക്ഷേത്രത്തിലും ഒന്ന് എത്തി നോക്കുമായിരുന്നു. ആശ്രമത്തിലേക്കുള്ള യാത്രയിൽ ഒരു വിശ്രമത്താവളമായി ക്ഷേത്രത്തെ കണ്ടിരുന്നവരും വിരളമായിരുന്നില്ല. ക്ഷേത്രാങ്കണത്തിലെ അരയാലിൻ ചുവട്ടിൽ ഒന്നിരുന്നിട്ട് പോകുന്നത് പലരും പതിവാക്കിയിരുന്നു. ഭഗവതിക്കും നല്ല കാലം വന്നുവെന്നാണ് ഒരിക്കൽ പൂജാരി തന്നെ അഭിപ്രായപ്പെട്ടത്. ഗ്രാമത്തിലെ അരപ്പട്ടിണിക്കാരായ കർഷക തൊഴിലാളികൾക്ക് പരാതിയും പരിഭവങ്ങളും മാത്രമേ ഭഗവതിയുടെ മുന്നിൽ സമർപ്പിക്കാനുണ്ടായിരുന്നുള്ളൂ. പ്രമാണിമാരാവട്ടെ ഭഗവതിയെ തിരിഞ്ഞു നോക്കിയതുമില്ല. പുറംദേശക്കാർ വന്നു തുടങ്ങിയതോടെയാണ് ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾക്ക് അർത്ഥമുണ്ടായി തുടങ്ങിയത്.
സേലത്തിൽ നിന്നെത്തിയ ഒരു തമിഴൻ 101 രൂപ താലത്തിലിട്ടപ്പോൾ പൂജാരിക്കത് ആദ്യത്തെ അനുഭവമായിരുന്നു. അപ്പുമണി സ്വാമികളുടെ കൽപ്പന കിട്ടാൻ ക്ഷേത്രത്തിൽ നേർച്ചകൾ നേരുന്നതും പൂജകൾ നടത്തുന്നതും പതിവായി തുടങ്ങിയതോടെ പൂജാരിയുടെ ദാരിദ്ര്യത്തിനും അറുതി വന്നു. അപ്പുമണി സ്വാമികളുടെ കൽപ്പന കിട്ടാതെ നിരാശപ്പെട്ടു മടങ്ങുന്നവർ ക്ഷേത്രത്തിൽ കയറി സങ്കടമുണർത്തിക്കുന്നത് പതിവായി. കൽപ്പന കിട്ടിയവരാകട്ടെ ആ സന്തോഷത്തിൽ ഭഗവതിക്ക് വല്ലതും കൊടുത്തിട്ട് പോകുമായിരുന്നു. ചുരുക്കത്തിൽ ഭഗവതിക്കുള്ള എണ്ണയും തിരിയും പൂജാരിക്കുള്ള അന്നവും അപ്പുമണി സ്വാമികളുടെ ഭക്തന്മാരിലൂടെ ഉറപ്പായി. വർഷങ്ങളായി വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന പൂജാരി സ്വന്തമായൊരു വീട് വെച്ചു. അപ്പുമണി സ്വാമികളുടെ അപ്രതീക്ഷിതമായ വേർപാട് എല്ലാം തകിടം മറിച്ചു. എന്നാലും എൻ്റെ ഭഗവതി, നീ തച്ചുടച്ചത് നിന്റെ തന്നെ കഞ്ഞിക്കലമാണല്ലോ. മരണവാർത്ത അറിഞ്ഞ് പൂജാരി നെഞ്ചത്ത് കൈവച്ച് വിലപിച്ചു. ആ വിലാപം ഒറ്റപ്പെട്ടതായിരുന്നില്ല. ഭക്ഷണശാലകൾ. ഒരു വ്യാഴവട്ടത്തിന് മുമ്പ് കണ്ണനൂർ ഗ്രാമത്തിൽ വിരലിലെണ്ണാവുന്ന ചായക്കടകളെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് മുടന്തൻ മാധവന്റെ അത്താണിച്ചുവട്ടിലെ ജയലക്ഷ്മി ടീ സ്റ്റാളാണ്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള കുമാരേട്ടന്റെ പേരിടാത്ത ചായക്കടയാണ് മറ്റൊന്ന്. കൂട്ടുപാതയിലെ സ്വാമി ശരണം ഭക്ഷണശാലയാണ് മൂന്നാമത്തേത്. ശങ്കരേട്ടന്റെ സ്വാമി ശരണത്തിൽ മാത്രമേ ചോറ് വെച്ച് വിളമ്പിയിരുന്നുള്ളൂ. അപ്പുമണി സ്വാമികൾ അവതരിക്കുന്നതിന് മുമ്പ് തടിമില്ലിലെ 3-4 സ്ഥിരം പണിക്കാരും പാറമടയിലെ ഏതാനും ബോയന്മാരുമാണ് ശങ്കരേട്ടന്റെ സ്വാമി ശരണത്തെ താങ്ങി നിർത്തിയിരുന്ന തൂണുകൾ. ജയലക്ഷ്മിയിലെ പുട്ടും കടലയും കുമാരേട്ടന്റെ ഊത്തപ്പവും തേങ്ങാ ചട്ടനിയും ശങ്കരേട്ടന്റെ സ്വാമി ശരണത്തിലെ ശാപ്പാടും പ്രസിദ്ധമാണ്. മോരിലിട്ട് ഉണക്കി വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ഉണ്ടമുളകും പഴംപൊളി ചേർത്ത ഇഞ്ചിക്കറിയും കണ്ണൂർ ഗ്രാമത്തിലെ ഏത് നാവും കൊതിക്കുന്ന വിഭവങ്ങളാണ്. പക്ഷേ ഹോട്ടലുകളിൽ നിന്നും ഊണ് കഴിക്കുന്ന ശീലം ഗ്രാമത്തിലെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നില്ലല്ലോ. അപ്പുമണി സ്വാമികളുടെ അവതാരത്തോടെയാണ് ശങ്കരേട്ടന്റെ കാലം തെളിഞ്ഞത്. പൊള്ളാച്ചിയിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും മറ്റും കൂട്ടുപാതയിൽ വന്നിറങ്ങുന്ന തമിഴന്മാർ നേരെ കാലെടുത്ത് വെക്കുന്നത് സ്വാമി ശരണത്തിലേക്കാണ്. ആശ്രമത്തിലേക്കുള്ള വഴി ചോദിക്കലും കടം പറച്ചിലില്ലാത്ത ചായകുടിയും കഴിഞ്ഞു പോകുന്നവർ ഉച്ചയ്ക്കുള്ള ഊണ് കഴിക്കുന്നതും ഇവിടെയായിരിക്കും. ശങ്കരേട്ടൻ തനിച്ച് നടത്തിയിരുന്ന ഹോട്ടൽ 3-4 വർഷം കൊണ്ട് 10-12 പണിക്കാരുള്ള ഭക്ഷണശാലയായി വളർന്നു. കൂട്ടുപാതയിൽ 3-4 ചായക്കടകൾ കൂടി വന്നിട്ടും സ്വാമി ശരണത്തിന് ക്ഷീണം തട്ടിയില്ലെന്നതാണ് വാസ്തവം. പുഴയോരത്തെ 3 ഏക്കർ തെങ്ങിൻതോട്ടം 3.5 ലക്ഷം രൂപയ്ക്ക് വിലക്കെടുത്ത ശങ്കരേട്ടൻ ഓടിട്ട പഴയ വീട് പൊളിച്ചുമാറ്റി 2 നിലയിൽ കോൺക്രീറ്റ് കെട്ടിടം പണിതുയർത്തി. ഹോട്ടലിലെ ഓരോ ഭിത്തികളിലും അപ്പുമണി സ്വാമികളുടെ ഫോട്ടോ തൂങ്ങിക്കിടന്നു. അപ്പുമണി സ്വാമികൾ അവസാനിച്ചതോടെ ശങ്കരേട്ടന്റെ ഹോട്ടൽ അറ്റവേനലിലെ ഗായത്രിപുഴ പോലെയായി. 7:45 മയിൽ വാഹനത്തിലും 8:30 KSRTCയിലും 9:15 ധർമ്മശാസ്താവിലും വന്നിറങ്ങുന്ന 100 കണക്കിന് പുറംദേശക്കാർ ഓർമ്മ മാത്രമായതോടെ പഴയപടി പാറമടയിലെ ബോയന്മാരും തടിമില്ലിലെ പണിക്കാരും മാത്രമായി ആശ്രയം. പാചകക്കാരും വിളമ്പുകാരും ഓരോരുത്തരായി സ്വാമി ശരണത്തിന്റെ പടിയിറങ്ങി. ഹോട്ടൽ സ്വാമി ശരണം 3 ആഴ്ചയോളം പൂട്ടിക്കിടന്നു. പുതിയ ഹോട്ടലുകൾ എന്നേക്കുമായും. വാഹനയോഗം. കണ്ണനൂർ ഗ്രാമത്തിൽ ആദ്യമായി ഓട്ടോറിക്ഷ കൊണ്ടുവന്നത് ഉണ്ണിമൂത്താനാണ്. 60കളിൽ ഗായത്രിപ്പുഴയ്ക്ക് പാലം വന്നതിന് പിന്നാലെയാണ് മൂത്താൻ്റെ ഓട്ടോറിക്ഷ കൂട്ടുപാതയിലെത്തുന്നത്. ഉണ്ണിമൂത്താൻ്റെ കണ്ണനുണ്ണി നേരവും കാലവും നോക്കാതെ ഗ്രാമത്തിൻ്റെ കണ്ണിലുണ്ണിയായി 3-4 വർഷക്കാലം ഒറ്റയ്ക്ക് ഓടി. പിന്നീട് രാജപ്പൻ ചെട്ടിയാരുടെ മഹാലക്ഷ്മിയും പട്ടാളം ഗോപാലൻ്റെ മാളൂട്ടിയും കണ്ണനുണ്ണിക്ക് കൂട്ടിനെത്തി. അപ്പുമണി സ്വാമികൾ കാലുകുത്തിയതിനു ശേഷമാണ് കൂട്ടുപാതയിലെ ഓട്ടോറിക്ഷകളുടെ എണ്ണം 2 അക്കത്തിലേക്ക് നീണ്ടത്. കാട്ടുപാതയിൽ നിന്നും ആശ്രമത്തിലേക്കുള്ള 2.5 കിലോമീറ്റർ ദൂരം ഓട്ടോറിക്ഷകൾ ഏറ്റെടുത്തു. ആശ്രമം മുന്നിൽ കണ്ട് മുച്ചക്രവാഹനങ്ങൾ പിന്നെയും വന്നു ചേർന്നു. രാമൻ മാഷുടെ ഉർവശി മേനക രംഭമാർ കൂടി കടന്നു വന്നതോടെ കൂട്ടുപാതയിലെ മുച്ചക്രവാഹനങ്ങളുടെ എണ്ണം 36ആയി. അപ്പുമണി സ്വാമികളുടെ അനുഗ്രഹത്തിനായി റോഡ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ പാർട്ടി നേതാവ് വന്നുപോയതിന്റെ 10ാം നാൾ ഗ്രാമത്തിലൂടെ KSRTCയുടെ ആനവണ്ടി ഓടിത്തുടങ്ങി. അതും കോയമ്പത്തൂർ വരെ നീളുന്ന ഓട്ടം. ഗായത്രി പുഴയുടെ പാലം കടന്നെത്തുന്ന സ്വകാര്യ ബസ്സുകൾ 3-ൽ നിന്നും 9ആയി. ആശ്രമം എന്ന ബോർഡ് വെച്ച ബസ്സുകൾ കൽപ്പനയുള്ള വെള്ളിയാഴ്ചകളിലും മറ്റും മത്സരിച്ചോടി. KSRTCയുടെ 2 ബസ്സുകൾ കൂടി വന്നതോടെ ഗ്രാമത്തിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുടെ എണ്ണം 13ആയി. അപ്പുമണി സ്വാമികൾ ഓർമ്മയായതോടെ KSRTCയുടെ ബസ്സുകൾ അപ്രത്യക്ഷമായി. സ്വകാര്യ ബസ്സുകൾ മിക്കവയും ഓട്ടം നിർത്തിവെച്ചു. കൂട്ടുപാതയിലെ ഓട്ടോറിക്ഷകൾക്ക് ആവശ്യത്തിലേറെ വിശ്രമം ലഭിച്ചു. കൂട്ടുപാതയിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ആൽത്തറയിലിരുന്ന് നായും പുലിയും കളിച്ച് നേരം കൊന്നു. മാസം 1 കഴിഞ്ഞപ്പോൾ 36-ൽ നിന്ന് 11 എണ്ണം കടംകാർ കൊണ്ടുപോയി. ശേഷിച്ചവ നല്ല കാലം വരുന്നതും കാത്ത് നാളുകൾ നീക്കി. രാമൻ മാഷുടെ ഉർവശി മേനക രംഭമാർ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ദിവസവും 2 നേരം മാത്രം പുറത്തിറങ്ങി. അവകാശികൾ. അപ്പുമണി സ്വാമികൾ ഓർമ്മയായതോടുകൂടി പുറം ദേശക്കാരുടെ ഒഴുക്ക് നിലച്ചു. വേനലിലെ ഗായത്രി പുഴയുടെ അവസ്ഥയായി ആശ്രമത്തിനും. പുഴയിലെ അവശേഷിക്കുന്ന കുഴിവെള്ളത്തിന് കൂട്ടിരിക്കുന്ന ചാരക്കുറ്റികളെപ്പോലെ ചുരുക്കം ചിലർ മാത്രം ആശ്രമത്തിൽ അവശേഷിച്ചു. 6 വിരൽ നാരായണനും പാപ്പാൻ പാലുണ്ണിയും ചക്കവേലായുധനും ഉൾപ്പെടുന്ന ശിഷ്യഗണം ചിറകു നഷ്ടപ്പെട്ട പറവകളെപ്പോലെയായി. ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയവർ രാമൻ മാഷുടെ സ്വാമി കൃപയിൽ യോഗം ചേർന്നു. ആശ്രമം അനാഥമാകരുത്. അപ്പുമണി സ്വാമികൾക്ക് അവകാശികൾ ഉണ്ടാവണം. രാമൻ മാഷ് അഭിപ്രായപ്പെട്ടു.
പക്ഷെ ആര്? തൊണ്ട ഇടറിക്കൊണ്ട് ശങ്കരേട്ടൻ ചോദിച്ചു. ആ ചോദ്യം എല്ലാവരും ഏറ്റുപിടിച്ചു. അപ്പുമണി സ്വാമികൾക്ക് അവകാശി ആര്? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എളുപ്പമായിരുന്നില്ല. സ്വാമികളുടെ 10 ശിഷ്യന്മാരും ഉത്തരമല്ലെന്ന് വ്യക്തം. ഉത്തരമാകുമായിരുന്ന പ്രഥമ ശിഷ്യൻ ചന്ദ്രൻകുട്ടി എവിടെയാണെന്ന് പോലും ആർക്കും നിശ്ചയമില്ലല്ലോ. ഉത്തരം ഒന്നേയുള്ളൂ, വാസുക്കുട്ടൻ. രാമൻ മാഷ് ഏറെ നേരത്തെ ആലോചനയ്ക്കൊടുവിൽ അഭിപ്രായപ്പെട്ടു. വാസുക്കുട്ടൻ അപ്പുമണി സ്വാമികളുടെ നേർപ്പെങ്ങളുടെ ഏക സന്തതി. പക്ഷേ MBA-കാരനായ ആ പയ്യൻ ബാംഗ്ലൂരിലെ ഏതോ സ്ഥാപനത്തിൽ മാനേജറോ മറ്റോ ആണല്ലോ. ശങ്കരേട്ടൻ്റെ മകൻ ജയദേവൻ ഇടപെട്ടു. ശരിയാണ്, പക്ഷേ ഉത്തരം അതുമാത്രമാണ്. രാമൻ മാഷ് ഒന്ന് നെടുവീർപ്പിട്ടു. MBA-കാരനായ വാസുക്കുട്ടൻ അപ്പുമണി സ്വാമികൾക്ക് പകരക്കാരനാവുക അത് നടക്കുന്ന കാര്യമല്ലെന്ന് മിക്കവരും അഭിപ്രായപ്പെട്ടു. അസാധ്യമായ ഒന്നുമില്ല, നമുക്കൊരു ശ്രമം നടത്തിയാലോ? രാമൻ മാഷ് ഓരോരുത്തരെയും മാറി മാറി നോക്കി. അവൻ ആട്ടി കണ്ണുപൊട്ടിക്കും, ജയദേവൻ തറപ്പിച്ചു പറഞ്ഞു. മുൻവിധി വേണ്ട, വാസുക്കുട്ടൻ ഇപ്പോൾ വീട്ടിലുണ്ടല്ലോ. പൂജാരി മുന്നോട്ട് വന്ന് പറഞ്ഞു. എങ്കിൽ ഇന്ന് തന്നെ നമുക്ക് വാസുക്കുട്ടനെ ചെന്ന് കാണണം, രാമൻ മാഷ് എണീറ്റുകൊണ്ട് പറഞ്ഞു. ഒപ്പം മറ്റുള്ളവരും എണീറ്റു. രാമൻ മാഷ് തന്നെ മുന്നിൽ നടക്കുക, ഞങ്ങൾ ഒപ്പമുണ്ടാവും, പൂജാരി ആവേശത്തോടെ പറഞ്ഞു. യോഗ നടപടികൾ ധൃതിയിൽ പൂർത്തിയാക്കി രാമൻ മാഷും സംഘവും യാത്രയ്ക്കൊരുങ്ങി. ശകുനം ഉത്തമം. പാലുമായി വന്ന മായപ്പൻ്റെ മകൾ കനകമണിയെ നോക്കി പൂജാരി അഭിപ്രായപ്പെട്ടു. പൂജാരിയുടെ നാവ് പൊന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് രാമൻ മാഷും കൂട്ടരും പടിയിറങ്ങി. വെളിപാടുകൾ. കൂട്ടുപാത പിന്നിട്ട് രാമൻ മാഷും കൂട്ടരും വാസുക്കുട്ടൻ്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് തിരിയുമ്പോഴാണ് ആ വാർത്ത അവരെ തേടിയെത്തിയത്. വാസുക്കുട്ടന് വെളിപാടുണ്ടായിരിക്കുന്നു. അല്പം മുമ്പ് ആശ്രമത്തിലെത്തിയ വാസുക്കുട്ടൻ അമ്മാവൻ്റെ സമാധിയിൽ വിളക്ക് തെളിയിച്ച് ഉറഞ്ഞു തുള്ളി പോലും. അപ്പോഴതാ മറ്റൊരു വാർത്തയുമായി ചക്കവേലായുധനും കൂട്ടരും ഓടിവരുന്നു. വാസുക്കുട്ടന് പിന്നാലെ സ്വാമികളുടെ ചെറിയമ്മാവൻ വേലാണ്ടിയും ചാടിത്തുടങ്ങിയത്രേ. രണ്ടുപേരും മത്സരിച്ച് പ്രവചനവും വിഭൂതി വിതരണവും നടത്തുകയാണ്. ദൗത്യസംഘം യാത്ര മതിയാക്കി പല വഴിക്ക് പിരിഞ്ഞു. പിരിച്ചുവിട്ട പാചകക്കാരെയും പണിക്കാരെയും തിരിച്ചു വിളിക്കാൻ കൂടെയുണ്ടായിരുന്ന മകന് നിർദ്ദേശം നൽകി ശങ്കരേട്ടൻ ഹോട്ടലിലേക്ക് മടങ്ങി. ലോഡ്ജിൻ്റെ 3-ാം നിലയുടെ ലോണിൻ്റെ ഇടപാടുകൾക്കായി രാമൻ മാഷ് ബാങ്കിലേക്ക് തിരിച്ചു. പൂത്തുലിഞ്ഞ പൂമരമായി പൂജാരി ക്ഷേത്രത്തിലേക്ക് ചെന്നു. അന്ന് സായാഹ്നത്തിൽ കൂട്ടുപാതയിൽ ഗോപാലേട്ടൻ്റെ നേതൃത്വത്തിൽ യുക്തിവാദികൾ ഒരു തെരുവ് നാടകം നടത്തി. MBA-കാരനായ ആൾദൈവത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആ നാടകം കാണാൻ പക്ഷേ അധികമാരും ഉണ്ടായിരുന്നില്ല. ആശ്രമത്തിലെ അന്നദാനത്തിൽ പങ്കെടുക്കാനും പുതിയ സ്വാമികളുടെ കൽപ്പന കേൾക്കാനുമായി മിക്കവരും സ്ഥലം വിട്ടിരുന്നു. ഗോപാലേട്ടൻ്റെ നേതൃത്വത്തിൽ തെരുവ് നാടകങ്ങൾ പിന്നെയും ഉണ്ടായി. ഇതിനിടയിൽ അപ്പുമണി സ്വാമികളുടെ വടക്കോട്ട് പോയ പ്രഥമ ശിഷ്യൻ ചന്ദ്രൻകുട്ടി താടിയും മുടിയും നീട്ടി തിരിച്ചെത്തിയെങ്കിലും പനങ്കാവിലെ ആശ്രമത്തിൽ പ്രവേശിപ്പിച്ചില്ല. ആനപ്പാറയ്ക്ക് മുകളിൽ കയറി ഒരു പകൽ മുഴുവൻ ഒറ്റക്കാലിൽ ധ്യാനിച്ചു നിന്ന ചന്ദ്രൻകുട്ടിക്ക് നാട്ടുകാർ പിറ്റേന്ന് തന്നെ പുഴയോരത്ത് ആശ്രമം പണിത് നൽകി. ആനപ്പാറ സ്വാമി എന്ന വിശേഷണവും ചാർത്തിക്കൊടുത്തു. നിലച്ചുപോയ ഒഴുക്ക് പ്രതീക്ഷിച്ച് ഗായത്രിപ്പുഴയും ആശ്രമങ്ങളും കിഴക്കൻ മഴയ്ക്ക് കാതോർത്ത് കിടന്നു.